അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾക്ക് പോലും വലിയ പ്രതിഫലമുണ്ട്. അതിനാൽ ജീവിതത്തിലെ നല്ല ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനും പ്രയാസങ്ങൾ മാറാനും അള്ളാഹുവിൻ്റെ സഹായം തേടാനും ഈ ദിവസങ്ങൾ ഏറ്റവും നമുക്ക് മികച്ച അവസരമാണ്. പ്രധാനമായും ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയ ഏറ്റവും എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. അതിന് മുന്നേ തന്നെ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളുടെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞു തരാം. ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അമല് ചെയ്താലാണ് നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഫലം ഇരട്ടിയാവുകയുള്ളൂ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങൾ ആണ് ദുൽഹിജ്ജ മാസത്തിലുള്ള ആദ്യ 10 ദിവസം. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന നമസ്കാരം, ദിക്ർ, ഖുർആൻ പാരായണം, സദക്ക, നോമ്പ് തുടങ്ങിയ എല്ലാ നന്മകളും വളരെ വലിയ പ്രതിഫലം നേടിത്തരുന്നു നമുക്ക്. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് വർഷത്തിലൊരിക്കൽ വരുന്ന അറഫാ ദിവസം. അറഫാ ദിനം ദുൽഹിജ്ജ 9-ാം തീയതിയായ അറഫാ ദിനത്തിൽ നോമ്പ് നോൽക്കുന്നതിനെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെയും വരുന്ന ഒരു വർഷത്തെയും ചെറിയ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന്. അടുത്ത ഒരു പ്രധാന കാര്യമാണ് നമുക്ക് ബലി പെരുന്നാൾ. ദുൽഹിജ്ജ 10-ാം ദിവസം. ദുൽഹിജ്ജ 10-ാം ദിവസം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മയും കൂടിയാണ്. ഹജ്ജിൻ്റെ മാസം. ഹജ്ജ് ഈ മാസത്തിലാണ് നടക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ മക്കയിൽ ഒരുമിക്കുന്ന മാസമാണ്. ഒരുപാട് ഹാജിമാർ ഒരുമിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തുന്ന ഒരു മാസമാണിത്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ മാസമാണ്. ഈ മാസത്തിൽ നമ്മൾ അള്ളാഹുവായിട്ട് അടുക്കാൻ ശ്രമിക്കുക. നമ്മൾ നിത്യം പതിവാക്കേണ്ട സൂറത്താണ് ഫജ്ർ സൂറത്ത്. ഫജ്ർ സൂറത്ത് നമ്മൾ ആദ്യ 10 ദിവസവും തുടർച്ചയായിട്ട് പാരായണം ചെയ്യണം. ആ ഒരു ദുൽഹിജ്ജ മാസം മുഴുവനും പാരായണം ചെയ്യുക. ഫജ്ർ സൂറത്തിൻ്റെ കൂടെ തന്നെ മുൽക്ക് സൂറത്തും നിങ്ങൾ പാരായണം ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ദിക്റുകളും അതെങ്ങനെ ചെയ്യണം എന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് ചെല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ദിക്റാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി എന്ന് ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് നിങ്ങൾ ദിവസവും 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. പാവമോചനവും മനസ്സമാധാനവും അള്ളാഹുവിൻ്റെ കരുണയും നേടാൻ ഇത് സഹായിക്കും. അടുത്തത് നമ്മുടെ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. ദുആകൾ സ്വീകരിക്കപ്പെടാൻ ഇത് ഒരു വലിയ കാരണമാണ്. നമുക്ക് ഇഷ്ടമുള്ള നമുക്കറിയാവുന്ന സ്വലാത്ത് ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ നമ്മൾ ശ്രമിക്കണം. ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ്. തൗഹീദിൻ്റെ ഏറ്റവും മഹത്തായ ദിക്ർ ഹൃദയത്തിന് സമാധാനവും അള്ളാഹുവിൻ്റെ സാന്നിധ്യ ബോധവും നമുക്ക് നൽകുന്നു. ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്റുകളാണ് തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ദുൽഹിജ്ജയിൽ ഏറെ പ്രോത്സാഹിക്കപ്പെടുന്ന ഒരു ദിക്റാണ്, പ്രധാനപ്പെട്ട ദിക്റാണ് ഇത്. നമ്മൾ പെരുന്നാളിനൊക്കെ ചൊല്ലുന്ന പ്രധാനമായ ദിക്ർ. ഇതും നമ്മൾ ധാരാളം അധികരിപ്പിക്കുക. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരാവശ്യങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനായി നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്കായി വിനയത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. യാ അള്ളാഹ്, എൻ്റെ ഹലാൽ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണമേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ നീക്കി തരണമേ എന്ന് ദുആ ചെയ്യുക. അറഫാ ദിന നോമ്പ്. നമ്മൾ ആ ഒരു ദിവസത്തിലുള്ള നോമ്പ് വളരെ മഹത്തമായതാണ്. അത് നയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ മാപ്പും കരുണയും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അന്ന് പ്രത്യേകം ദുആ ചെയ്യുക. നമ്മൾ ഈ പറയുന്ന ദിക്റുകളൊക്കെ മുന്നേ ചെല്ലിയിട്ട് അറഫാ ദിവസം നോമ്പ് നോറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ തൗബ ചെയ്യുക.
പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക, സദഖ ചെയ്യുക. വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകാം. നമുക്ക് ആഗ്രഹങ്ങൾ നിറവേറാനായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുക. നിങ്ങൾ ദിവസവും അറഫ 10 ദിവസം, അറഫയുടെ ആ ഒരു മാസത്തിലുള്ള ദുൽഹിജ്ജ ആദ്യ 10 ദിവസം, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന അന്നു മുതൽ നിങ്ങൾ അറഫ ദിനം വരെ ദുൽഹിജ്ജ 9, 10 രാവ് ആവും വരെ നിങ്ങൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് ദിവസവും ദുആ ചെയ്യുക. നിങ്ങൾ വലിയൊരു ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കൂല എന്ന് വിചാരിക്കുന്നത് നടന്ന് കിട്ടും. സുബഹിക്ക് ശേഷം നിങ്ങൾ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക, 100 പ്രാവശ്യം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഇത് ചൊല്ലുന്നതിന് മുന്നേ നിങ്ങൾ 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കണം. നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. ഒരു ഹാജത്തിൻ്റെ നിസ്കാരത്തിൽ നിങ്ങൾ ആദ്യത്തെ റക്അത്തിൽ ഒരു 3 ഇഖ്ലാസ് സൂറത്ത് അല്ലെങ്കിൽ 7 ഇഖ്ലാസ് സൂറത്ത്, രണ്ടാമത്തെ റക്അത്തിലും 7 ഇഖ്ലാസ് സൂറത്ത് അല്ലെങ്കിൽ 3 ഇഖ്ലാസ് സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്ത് നിസ്കാരം പൂർത്തിയാക്കുക. എന്നിട്ട് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ദിക്റുകൾ 100 പ്രാവശ്യം വീതം ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കേൾക്കുന്നത്, എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അറഫ ദിനം വരെ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചെയ്യുക. പ്രത്യേകം ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു ഉറപ്പായിട്ടും നമ്മളെ ദുആ സ്വീകരിക്കും. അത് ഉറപ്പാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ഉറപ്പായിട്ടും നടന്നു കിട്ടും. നിങ്ങൾ 9-ൻ്റെ 10-ൻ്റെ അന്ന് പ്രത്യേകം എല്ലാം കൂടി ഒരുമിച്ച് അള്ളാഹുവിനോട് സ്വീകരിക്കണം. തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടിയും ദുആ ചെയ്യുക. പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ സ്വതക്ക ചെയ്യണം, എന്നാലും നമ്മുടെ ദുആ സ്വീകരിക്കും. ഈ ഒരു പ്രത്യേക അമല് ചെയ്താൽ ഉറപ്പായും ആഗ്രഹം നടക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ അള്ളാഹുവുമായിട്ട് ഉള്ള അടുപ്പം ഹിക്മത്തിൻ്റെയും കാരുണ്യയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആഗ്രഹം നടക്കുക. നമ്മൾ ദുആ അള്ളാഹു സ്വീകരിക്കുക. നമ്മൾ പ്രത്യേകം ഈ ദിവസത്തെ ബഹുമാനിക്കുക. ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം നടക്കും, അള്ളാഹു സാധിപ്പിച്ചു തരും. എന്നാൽ ഈ ദിവസങ്ങളിൽ സത്യസന്ധമായി ചെയ്യുന്ന ഇബാദത്തുകളും ദുആകളും അള്ളാഹുവിനെ സഹായം തേടാനുള്ള മികച്ച മാർഗമാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ അനുഗ്രഹീത 10 ദിവസങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങളുടെ ഹലാൽ ആഗ്രഹങ്ങൾക്കും കുടുംബത്തിൻ്റെ നന്മകൾക്കുമായി കണ്ണുനീരോടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ ആ ഒരു ദിവസങ്ങളിൽ ദുആയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. അള്ളാഹു ഏറ്റവും നല്ലത് നമുക്കായി തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. യാ അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.